ഇന്ന് എറണാകുളം ജില്ലയിലെ കണ്ടനാടിലേക്കാണ് നമ്മളുടെ യാത്ര. സൂര്യകാന്തി പാടങ്ങൾ തേടി. നടക്കാവിൽ നിന്നും നേരെ നമ്മൾ കിഴക്കോട്ട് പോയാൽ കണ്ടനാട് ജംഗ്ഷനിലെത്തും. റൈറ്റ് സൈഡ് ചെമ്മഴിക്കാട്ട് ഭഗവതി ക്ഷേത്രമാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കുരിശുപള്ളിയിലൂടെയും ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ചെറിയ പ്രതിമയുടെ ഇടയിലൂടെയുള്ള വഴി നേരെ പോയാൽ നമുക്ക് കണ്ടനാട് പാടശേഖരത്തെത്താം. ഇതാ മനോഹരമായ ആ കാഴ്ചയിലേക്ക് സുസ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കണ്ടനാടിൻ്റെ അഭിമാനമായ പൂപ്പാടത്തേക്കാണ്. സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ആശ്വാസം എന്നോണം ഇന്നലെ പെയ്ത മഴയിൽ ഒന്ന് വാടി നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ ആ ഏരിയയിലേക്ക് പോകുമ്പോൾ തന്നെ ജമന്തി നട്ടുപിടിപ്പിച്ചിരുന്നു. നടുക്ക് കണ്ടോ ചീര, ചുമന്ന ചീര. അങ്ങോട്ട് പോകും വഴിക്ക് നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ഇങ്ങനെ കൃഷി, ഓർഗാനിക്. തൃപ്പൂണിത്തുറ കണ്ടനാട് പുന്നച്ചാൽ പാടശേഖരത്താണ് ഈ സൂര്യകാന്തി വിരിഞ്ഞിരിക്കുന്നത്. ഈ ഒരു പാടശേഖരം 10-14 വർഷങ്ങൾക്ക് മുമ്പ് നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ ശ്രീനിവാസൻ, അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ നാട്ടുകാരനായ ശ്രീ മനു ഫിലിപ്പ് തുകലൻ, ഇവർ ഒന്നിച്ചാണ് നെൽകൃഷിയും മറ്റുള്ള പച്ചക്കറിയും മറ്റും പൊന്നു പച്ചക്കറി വന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ സൂര്യകാന്തി പൂക്കളുടെ പാടശേഖരം. നമുക്ക് അങ്ങോട്ട് പോകാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് നമുക്ക് മത്തങ്ങ കൃഷി ഉണ്ട്. അതുകൂടാതെ കണ്ടു ജമന്തി പൂത്ത് നിൽക്കുന്ന കണ്ടോ. സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു വരുന്ന പോലെ കണ്ടോ. സൂര്യകാന്തിയൊക്കെ നമ്മുടെ നാട്ടിലാവുകയെന്ന് പറഞ്ഞിട്ടുള്ള ഭാഗ്യം. ഒരു 4 വർഷം മുമ്പ് ഇതുപോലെ സൂര്യകാന്തി പൂത്ത ഒരു പാടത്ത് ഞാൻ പോയിരുന്നു. അത് ആലപ്പുഴ ചേർത്തല അടുത്തായിരുന്നു. ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു അത്ര അതിൽ കൂടുതൽ ഇവിടെ ഉണ്ട് തോന്നുന്നു കേട്ടോ. വളരെ മനോഹരമായിരിക്കുന്നുണ്ട്. സൂര്യകാന്തി പാടത്തിൻ്റെ നടുക്കൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ സിനിമാ ലോകത്തിൻ്റെ അഭിമാനമായിരുന്ന ശ്രീനിവാസൻ, നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ്റെ ഒരു സ്മാരകം ഇവിടെ പണിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ സ്മാരകം ഇവിടെ പണിയുന്നത് ലയൺസ് ക്ലബ്ബ് കൊച്ചിൻ സൗത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ്. ശ്രീനിവാസൻ്റെ സ്മാരകം ഒരുക്കുന്നതിനായിട്ട് 1 സെൻറ്റ് സ്ഥലം നൽകിയിരിക്കുന്നതും അദ്ദേഹത്തോടൊപ്പം കൃഷിയിൽ എന്നും കൂടെ ഉണ്ടായിരുന്ന ശ്രീ മനു ഫിലിപ്പ് തുകലനാണ്. ഇന്ന് മെയ് 2-ാം തീയതി വൈകുന്നേരം 4:30 പ്രശസ്ത സിനിമാ താരം ശ്രീ സിദ്ദിഖ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. മൺമറഞ്ഞ കലാകാരൻ ശ്രീനിവാസൻ്റെ സ്മാരകമാണ് ഇവിടെ പണിയുന്നത്. നല്ലൊരു തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഇപ്പോഴും നമുക്ക് ദുഃഖമുണ്ട്. കണ്ടനാടിൻ്റെ അഭിമാനമായ സൂര്യകാന്തി പാടത്തിലേക്ക് എത്തി. ഇനി ഇതെല്ലാം നിങ്ങളും വന്ന് കാണാം. ഗംഭീരാണ് കേട്ടോ, ഗംഭീരാണ്, ഒന്നും പറയാനില്ല. പടവലങ്ങ, അതുപോലെ മത്തങ്ങ എല്ലാം ഉണ്ട്, എല്ലാം സംഭവമുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും കണ്ട സംഭവം തന്നെയാണ്. ഇവിടെ അടുത്ത് ഈ പാടത്തിൻ്റെ ഒരു ദേവിയാണ്. പടിഞ്ഞാട്ടുള്ള ദർശനമാണ് നമ്മുടെ പാടത്തിൻ്റെ കിഴക്കുവശമായിട്ട്. ഈ പാടത്തിന് പടിഞ്ഞാറ് വശം ഒരു ഷെഡും ഇരിപ്പിടം എല്ലാം തയ്യാറുണ്ട്. ഇതാ ചെമ്മഴിക്കാട്ട് അമ്മ, അവിടെ ദൂരെ കാണാം അമ്പലം. ഇവിടെ മാർച്ച് 14 ഉത്സവം. സൂര്യകാന്തി പാടത്തിലെത്തി നമ്മൾ ഒന്ന് റിലാക്സ് ആവാനായിട്ട് ഒന്ന് ജസ്റ്റ് ഇരുന്നു. ഇരിപ്പിടം ഉണ്ട്, നല്ല മരം തന്നെയാവും അല്ലേ, അത് മരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നന്നായിട്ട്.
അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ പാടം ചേട്ടൻ്റെ ആണല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെ? അതെ അല്ലേ, സന്തോഷം. എന്തായാലും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറേ വർഷമായില്ലേ അത് ചെയ്യാൻ? 13 വർഷമായി. കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റിയില്ല. 4 വർഷമായിട്ട്. അതെ അല്ലേ? ഓ 4 വർഷമായോ? ഓ അടിപൊളി. മോശമാണ്, വെള്ളം കയറി പോയതാണ്. അല്ലെങ്കിൽ ഇതൊന്നും അല്ല വരുന്നത്. ഈ അമ്പലത്തിലെ ദേവത ദേവിയാണ്, ദേവീക്ഷേത്രമാണ്. അമ്പലത്തിലെ ദേവി തന്നെ അവിടെ അല്ലേ? ഓക്കെ. ഉത്സവം കഴിഞ്ഞു ഈ ഇടയ്ക്ക്? മാർച്ച് 14. ഓക്കെ. എല്ലാവരും നാട്ടുകാരൊക്കെ ഉണ്ടാകുന്നു. ചെറിയൊരു ഇത് കണ്ടിരുന്നുണ്ട്. എല്ലാവരും സൂപ്പറാണ്. ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത്? അപ്പോൾ ഞാനും തൊട്ടാപ്പുറത്താണോ? ശരിക്കാണ്. സന്തോഷം ചേട്ടാ, അടിപൊളിയായിട്ട്. കപ്പലണ്ടി കൃഷി കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഓണറേയും പരിചയപ്പെടാൻ പറ്റി. മനു ഫിലിപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് ആ ഷെഡ് ഉണ്ടാവും കേട്ടോ, അവിടെയാണ് അദ്ദേഹം. അവിടെ ഉണ്ടാവും. നല്ലൊരു പ്ലേസാട്ടോ. അപ്പോൾ നമ്മൾ കണ്ടങ്കാവിൻ്റെ അഭിമാനമായ സൂര്യകാന്തി പൂക്കൾ കാണുവാനെത്തി, കണ്ടു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരണം, അതിമനോഹരമാണ്. നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു 7 മണിക്ക് മുമ്പ് വരിക. കാരണം വെയിലടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വാടാൻ ചാൻസ് ചെറുതായിട്ട്. അപ്പോൾ രാവിലെ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്, വിടർന്നിങ്ങനെ കാണാം. നമ്മൾ മലരിക്കലൊക്കെ പോകുമ്പോൾ കണ്ടല്ലേ, അവർ പറയും ഒരു കൂടി വന്നാൽ ഒരു 8-8:30 മുമ്പ് വരണം എന്ന് പറയും. അതുപോലെ തന്നെ ഇത് ഒരു 8 മണിക്ക് മുമ്പ് വരികയാണെങ്കിൽ ഗംഭീരമാണ്. ഇനി ഇപ്പോഴത്തെ ചൂടാതിൻ്റെ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും വരണം, ഗംഭീരമാക്കണം. ഓക്കെ, അടുത്ത വ്ളോഗിൽ കാണാം.